എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? യു ഡി എഫ്. യു ഡി എഫ് ആയിരിക്കും. യു ഡി എഫ്. മാറ്റമുണ്ടാവും? ഇല്ല, മാറ്റമുണ്ടാവില്ല. യു ഡി എഫ് വരും. യു ഡി എഫ് ആണ് തിരിച്ചു വരും. തിരിച്ചു വരും. എന്താണ് അഭിപ്രായം? ആര് വരുമെന്നാണ് ഇവർ കരുതുന്നത്? യു ഡി എഫ് തന്നെ വരും എന്നാണ് പറയുന്നത്. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? യു ഡി എഫ് തന്നെ വരും. എൽ ഡി എഫ്. അപ്പം മാറ്റം ഉണ്ടാവില്ല. വരും. ഇപ്രാവശ്യം മാറ്റം ഉണ്ടാവും. നല്ല 100 ചില്ലറ സീറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാവും. എൽ ഡി എഫ്. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? യു ഡി എഫ് വരും. യു ഡി എഫ് തന്നെ ആയിരിക്കും. മാറ്റം ഉണ്ടാവും. എവിടെ മാറ്റം? എന്ത് മാറാനും മാറിയിട്ട് എന്താകാനാ? എൽ ഡി എഫ് മാറുന്നാണ് പറയുന്നത്. എൽ ഡി എഫ് മാറട്ടെ. എല്ലാതും ഇപ്പൊ എല്ലാ കൊല്ലം ഓരോന്നെ നിന്നിട്ട് എന്താ കാര്യം? ഇടയ്ക്കൊരു മാറ്റം വേണ്ടേ? നിങ്ങൾക്കൊരു മാറ്റം വരണ്ടേ? കേരളത്തിൽ ഇപ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരിക? എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? യു ഡി എഫ്. എന്നാൽ അത്ര ഉറപ്പിച്ച് പറയാൻ ഗ്യാരണ്ടി. കോൺഗ്രസ് കാരണം വരുന്നത് സി പി എം ആണോ? അതിനെ പറ്റി എനിക്ക് അറിയില്ല. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? അത് യു ഡി എഫ് വരുള്ളൂ. യു ഡി എഫ് തന്നെ. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. ആരായിരിക്കും അധികാരത്തിൽ വരിക? കേരളത്തിൽ അധികാരത്തിൽ യു ഡി എഫ് ആണ്. ഓക്കെ, സംശയമൊന്നുമില്ല. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് അധികാരത്തിൽ? അല്ല, എൻ ഡി എ വരും. ബി ജെ പി. ആ, പിന്നെ നല്ല പ്രവർത്തനങ്ങളെ കേന്ദ്രത്തിലൊക്കെ ചെയ്യുന്നത്. അവര് വന്നില്ല, വേറെ എൽ ഡി എഫ് വരും. 100%. മാറ്റം ഉണ്ടാവില്ല. ഇല്ല, ഉറപ്പ്. എൽ ഡി എഫ് വരും. എല്ലാം ശരിയും. യു ഡി എഫ് അധികാരത്തിൽ വരും. വരണം. എന്ത് ചോദിക്കാനാ? യു ഡി എഫ് 100% ഉറപ്പ്. കാരണം എന്ത് ഇപ്പോഴത്തെ ഭരണം കാരണൂടെ? പിണറായി വിജയൻ തന്നെ വരാൻ സാധ്യത. അല്ല, അറിയില്ല. കേരളത്തില് ആരായിരിക്കും അധികാരത്തിൽ വരിക? യു ഡി എഫ് ആണ് എൽ ഡി എഫ് ആണ്? യു ഡി എഫ് വരിക. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? ഉറപ്പാണ് എൽ ഡി എഫ്. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ്? യു ഡി എഫ് വരിക. തീർച്ചയായും വരും. എല്ലാം കൊണ്ടും ജനങ്ങൾ വെറുത്തിരിക്കുന്നല്ലേ സി പി എമ്മിന്. അതുകൊണ്ട് എന്തായാലും വരും. നമ്മക്ക് യു ഡി എഫ് വന്നാലാണ് നമ്മക്ക് കാര്യം. യു ഡി എഫ് വരണം, അധികാരത്തിൽ വരണം. എൽ ഡി എഫ്. ഒരു മാറ്റം. നല്ല കാര്യങ്ങളെ ചെയ്തല്ലേ? അറിയില്ല. യു ഡി എഫ് ആണോ? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ? ഒന്നും അറിഞ്ഞൂടാ. ഒന്നും പറയാൻ പറ്റില്ല മോനെ. പറയാൻ പറ്റില്ല. യു ഡി എഫ് ആണോ? യു ഡി എഫ് ആയിരിക്കും. യു ഡി എഫ് വരും. ഉറപ്പാണ്. എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് അധികാരത്തിൽ? പിണറായി വരും. പിണറായി ഉറപ്പാണ്? അധികാരത്തിൽ എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണോ? യു ഡി എഫ് വരും. യു ഡി എഫ് വരും. ഉറപ്പ്. ഒരു മാറ്റില്ല. ഒരു മാറ്റമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യു ഡി എഫ് വരും. യു ഡി എഫ് തന്നെ. ഒരു മാറ്റില്ല. മാറ്റമില്ല. അധികാരത്തിൽ വരാം? യു ഡി എഫ് ആയിരിക്കും. യു ഡി എഫ്. യു ഡി എഫ് ആയിരിക്കും. യു ഡി എഫ് തന്നെ. ഉറപ്പാണ്. ആർക്കും വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആയിരിക്കും. ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല. ആർക്ക് ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വലിയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടാവില്ല ഭരണത്തിലെത്തുന്നവർക്ക്. അതെന്താ പറയാ, മൂന്നാം ഭരണവും അടുത്ത വർഷം തന്നെ. പിന്നെന്താ? യു ഡി എഫ്. യു ഡി എഫ്. യു ഡി എഫ് വരുന്നതാണ്. അങ്ങനെയാണ്. ആർക്കാണ് അധികാരത്തിൽ വരാൻ സാധ്യത? ആര്? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണ് ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ? പറയാനായിട്ടില്ല. ആയിരിക്കും അധികാരത്തിൽ വരിക? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണ്? കേരളത്തിൽ എൽ ഡി എഫ് തന്നെ വരും. എൽ ഡി എഫ്. പിന്നെ എന്താണ് അഭിപ്രായം? എൽ ഡി എഫ്. ഒരു മാറ്റില്ല. എൽ ഡി എഫ്. ഒരു മാറ്റമില്ല. എൽ ഡി എഫ്. ആരായിരിക്കും അധികാരത്തിൽ വരിക? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണ്? കോൺഗ്രസ് ആണോ സി പി എം ആണോ? ആരായിരിക്കും? എൽ ഡി എഫ് ആയിരിക്കും. എൽ ഡി എഫ് തന്നെ വരും. യു ഡി എഫ് ആണോ? കോൺഗ്രസ് ആണോ സി പി എം ആണോ? ആരാ വരുന്നാണ്? ആരാ വരുന്നോ? കോൺഗ്രസ്. കോൺഗ്രസ് വരും. യു ഡി എഫ് തന്നെ ആയിരിക്കും. ആരായിരിക്കും അധികാരത്തിൽ വരെ? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ? എൽ ഡി എഫ്. എൽ ഡി എഫ് തന്നെ വരും. ഒരു മാറ്റില്ല. ഒരു മാറ്റമില്ല. അധികാരത്തിൽ വരെ പിണറായി ആണോ കോൺഗ്രസ് ആണോ യു ഡി എഫ് ആണോ? യു ഡി എഫ് ആണോ സി പി എം ആണോ? എന്താ? പിണറായി തന്നെ വരുള്ളൂ. പിണറായി. യു ഡി എഫ് അല്ലേ? യു ഡി എഫ്. കോൺഗ്രസ് വരും. ഇപ്രാവശ്യം ആരായിരിക്കും അധികാരത്തിൽ വരെ? എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ? കോൺഗ്രസ് ആണോ സി പി എം ആണോ? ആരായിരിക്കും? കോൺഗ്രസ് അല്ല നല്ലത്. കോൺഗ്രസ് അല്ല നല്ലത്. കോൺഗ്രസ്. അപ്പൊ യു ഡി എഫ് വരും. യു ഡി എഫ് വരും. ഉറപ്പാണ്. യു ഡി എഫ് വരും. ഉറപ്പ് വരും. ആരാണ് ഇപ്രാവശ്യം വരിക? എൽ ഡി എഫ് ആണോ? യു ഡി എഫ് വരും. യു
UDF വരും, ഉറപ്പായും. പൂർണ്ണ വിശ്വാസം. പക്ഷെ ആരായിരിക്കും അധികാരത്തിൽ വരിക? പിണറായി ആണോ, LDF ആണോ, UDF ആണോ? അത് LDF തന്നെ. LDF തന്നെ വരുള്ളൂ, ഓ. ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല. ആരായിരിക്കും അധികാരത്തിൽ വരിക? LDF ആണോ, UDF ആണോ? ഈ പ്രാവശ്യം പിണറായ പിണറായി തന്നെ വരും, ഒരു മാറ്റമില്ല. വരാം. ഏതാ ഇപ്രാവശ്യം കേരളത്തിൽ ആരായിരിക്കും? കേരളത്തിൽ ഇപ്രാവശ്യം UDF വരണ്ടേ? UDF വരണല്ലോ, അതല്ലേ വേണ്ടത്. ആണോ? കാരണം അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതെന്തായാലും ആവശ്യമാണ്, അത് വരുമെന്നാണല്ലേ? വരും തന്നെയാണ് വിശ്വാസം. അടുത്ത ആരായിരിക്കും? UDF ആണോ, LDF ആണോ? UDF. അടുത്ത് കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക? LDF ആണോ, UDF ആണോ? LDF. അധികാരത്തിൽ വരിക LDF ആണോ, UDF ആണോ? UDF ആയിരിക്കും, UDF വരും. തീർച്ചയായിട്ടും UDF ആയിരിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും വരും. ചോദ്യം, കേരളത്തിൽ അടുത്ത് ആരായിരിക്കും അധികാരത്തിൽ വരിക? കേരളത്തിൽ അടുത്ത് ആരായിരിക്കും അധികാരത്തിൽ വരിക? LDF ആണോ, UDF ആണോ? UDF. UDF വരും. ഓ, തീർച്ചയായും. തീർച്ചയായിട്ടും. ഏത് സർക്കാർ LDF ആണോ, UDF ആണോ? ഇപ്പൊ പറയാൻ പറ്റില്ല, തുല്യ ശക്തികളായിരിക്കും രണ്ടും. ഇപ്പൊ പ്രവചിക്കാൻ പറ്റൂല, ആ രീതിയിലാണുള്ളത്. കേരളത്തിൽ അടുത്ത് ആരായിരിക്കും അധികാരത്തിൽ വരിക? LDF ആണോ, UDF ആണോ? നമ്മളെ പാർട്ടി തന്നെ, വേറെന്താ? ഏതാണ് LDF വേറെ ആരാ? ആരായിരിക്കും അധികാരത്തിൽ വരിക? LDF ആണോ, UDF ആണോ? UDF. UDF വരും, തീർച്ചയായും. തീർച്ചയായും. കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ? LDF. LDF. ഒരു മാറ്റില്ല. ഒരു മാറ്റം വേണ്ട. ഇത്രയും അവരെന്നല്ലേ വേണ്ടത്? ഇത്രയും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇനിയും ഭരണം മാറുന്നുണ്ടോ? ഓക്കെ. LDF ആണോ, UDF ആണോ? LDF തന്നെ വരും, ഒരു മാറ്റില്ല. ഒരു മാറ്റമില്ല. ഇപ്രാവശ്യം നല്ല, ഇനി അങ്ങോട്ട് എല്ലാ പ്രാവശ്യവും പിണറായി പിണറായി അല്ല, ഇടതുപക്ഷം തന്നെ വരും. UDF ആണോ, LDF ആണോ അധികാരത്തിൽ വരിക? ആര് വന്നിരുന്ന കാര്യമുള്ള ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. ആരാണ് വരും സാധ്യതയുള്ളത്? ആരും പറഞ്ഞു. LDF ആണോ, UDF ആണോ? പെട്ടെന്ന് ചോദിച്ചല്ലോ. ആരായിരിക്കും സാധ്യത? സാധ്യത ഇപ്രാവശ്യം കോൺഗ്രസ് ആണോ, അതാ CPM ആണോ? LDF ആണോ, UDF ആണോ? UDFന് സാധ്യത. പിന്നെ BJPക്കും സീറ്റ് കിട്ടും കുറച്ച്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ നിങ്ങൾ ഈ ചാനലിൽ ചോദിക്കാനുള്ള കാരണം എന്താന്നുള്ള നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ എന്ത് ചോദിക്കാനാ? UDF തന്നെ ആയിരിക്കും പ്രാവശ്യം. പിന്നെ 100% റെഡിയടാ. UDF വരുമായിരുന്നു, ആദ്യം അവരെ തമ്മിൽ തന്നെ നിർത്തണം. UDF വരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരിതാണ്, അവർ ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളായിട്ട് ഉള്ള ഇതാണ്. അപ്പം ഒന്ന് ഭരണമാറ്റം വരണമെന്നുള്ള എല്ലാവരും ആഗ്രഹമുണ്ട്, ഇവരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ CPM തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. എന്താണ് ജനദ്രോഹ നടപടി? ഭരണം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെന്നാണ് ചെയ്തിരിക്കുന്നത്? ഏതാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര വർഷമായി അവിടെ മെഡിക്കൽ കോളേജ്? 10 വർഷമായി. ആ മെഡിക്കൽ കോളേജിൽ എന്താണ് പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സയും കാര്യങ്ങളും എന്താണ് അവിടെ ഉള്ളത്? ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ പോകേണ്ട, അടുത്തൊക്കെ പോകേണ്ട അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ റോഡിന്റെ പണി എന്തുകൊണ്ടാണ് ഇത്രയും കാലം എന്തുകൊണ്ട് എടുത്തില്ല? ജനങ്ങൾ ദുരിതത്തിലാണ് പോയിക്കൊണ്ടുന്നത്. ഈ ഇലക്ഷൻ അടുപ്പിച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ആ റോഡിന്റെ പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എടുത്ത നല്ല കാര്യമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ. പക്ഷെ ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ. ഇനി ഒരുപാട് പദ്ധതികളുടെ ഈ പ്രദേശത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ കാവിൻ്റെ അടുത്ത് പാലം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നുള്ളതൊന്ന് പഠിക്കാം. നിങ്ങളൊന്ന് പോയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്.